രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എന്നോട് ഇങ്ങനെ മെസ്സേജൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസവും എന്നോട് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ മെസ്സേജ് കൊടുത്ത് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ സാക്ഷ്യമൊന്നും ഇല്ല, എന്നാലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്ക്യൂസ് പറഞ്ഞു. ആ അന്ന് അന്ന് തന്നെ സണ്ണി ബ്രദർ എന്നെ വിളിച്ചിട്ട് ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞു. അതങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഞാൻ ഇനി മെസ്സേജൊക്കെ കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ ഇനി എക്സ്ക്യൂസ് പറയുന്നില്ല, അങ്ങ് 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 ഇപ്പം ചെയ്തോളാം, അല്ലെ പിന്നെ അതൊന്നും ഇവിടുന്ന് എപ്പോഴാണെങ്കിലും നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം ദൈവം നമ്മെപ്പറ്റി ഓരോ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ പഠിപ്പിക്കുക. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ പഴയതങ്ങ് കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഏത് സമയം നമ്മൾ റെഡിയായി കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി അതാണ് നമ്മുടെ ആ എഫെസ്യ ലേഖനത്തിലൊക്കെ പറയുമ്പോഴില്ലേ ഒരുക്കം, കാലിന് സുവിശേഷ ഘോഷണത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പായിരിക്കുക. ഇപ്പം റെഡി ആയിട്ട് എന്ന് പറഞ്ഞാൽ ആ മത്തായിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഏത് സമയവും യജമാനൻ വന്ന് മുട്ടിയാൽ നമ്മൾ തുറന്നു കൊടുക്കുന്ന ദാസന്മാരായി തീരുക. അതാണ് കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അങ്ങനെ റെഡി ആയിരിക്കുന്ന ആ ദൈവമൊക്കെ ദൈവത്തിന് സ്തോത്രം ഞാൻ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒഴിവൊഴിവൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ. എന്നാൽ ദൈവം എന്നെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. നമ്മളിപ്പം എന്താ പറയുന്നത്, വീണ്ടും ജനിച്ചവരുടെ വീട്ടിൽ ജനിച്ചെന്നുള്ള ഒരു 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 എഫക്റ്റ് ആയിരുന്നു നമ്മുടെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ കർത്താവിനെ പറ്റി അങ്ങനെ വീട്ടിലെ നമ്മൾ രക്ഷിക്കപ്പെട്ട വീട്ടിലാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പണ്ട് മുതലേ അറിയാം. എന്നാൽ രക്ഷിക്കപ്പെടുന്ന ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അറിയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും കർത്താവ് തന്നെ തൻ്റെ കരുണയാൽ അതുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിൽ കർത്താവ് എന്നെയും കൊണ്ടുവന്നു. കർത്താവിനെ കൂടുതൽ അറിയുവാനും കർത്താവിനായി ജീവിക്കാനും ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ദിവസങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് എൻ്റെ സാക്ഷ്യം ഇപ്പോൾ പോകുന്നത്. അതിനെ പറ്റി ഒരു പാട്ട് പാടുവാണെങ്കിൽ ഒരു ചെറിയൊരു പാട്ടിൻ്റെ ഒരു 4 ലൈൻ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്. ലാക്കു നോക്കി ഞാൻ എൻ്റെ ഓട്ടമോടുന്നു, ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു. ലാക്കു നോക്കി ഞാൻ എൻ്റെ ഓട്ടമോടുന്നു, ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു. ലഭിക്കും നിശ്ചയം വിരുദു ഞാൻ പ്രാപിക്കും, ലക്ഷം ദൂതർ മുൻപാകെ ഞാൻ ജീവകിരീടം അന്നു ചൂടുമേ, ഞാൻ ജീവകിരീടം അന്നു ചൂടുമേ. ആനന്ദം ആനന്ദം ആനന്ദം, ആത്മനാഥനോടു എൻ്റെ വാസമാനന്ദം. ആനന്ദം ആനന്ദം ആനന്ദം, ആത്മനാഥനോടു എൻ്റെ വാസമാനന്ദം. വീണനാഥക്കാരെയും ഞാൻ കാണുമേ, വിണ്ടുത സൈന്യത്തെയും അന്നു കാണുമേ. വീണനാഥക്കാരെയും ഞാൻ കാണുമേ, വിണ്ടുത സൈന്യത്തെയും അന്നു കാണുമേ. വിണ്ണദീപനാം തേജസ്സിൻ കാന്തനെ പൊന്നിൻ മൂടിധാരിയായി കാണുമേ. ഞാൻ വിൺപുരേ കാണും താതനെ, ഞാൻ വിൺപുരേ കാണും താതനെ. ആനന്ദം ആനന്ദം ആനന്ദം, ആത്മനാഥനോടു എൻ്റെ വാസമാനന്ദം. ആനന്ദം ആനന്ദം ആനന്ദം, ആത്മനാഥനോടു എൻ്റെ വാസമാനന്ദം. ആമേൻ, ഹല്ലേലൂയ. നല്ല പാട്ടാണ്. അതിൻ്റെ എല്ലാ സ്റ്റാൻസായും എൻ്റെ അനുഭവം കൊണ്ടുള്ള സ്റ്റാൻസാണ്. ലാക്കു നോക്കി ഈ ലോകത്തിലെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ എന്താ പറയുന്നത്, ഒരു പ്രയോജനമില്ല. ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയിപ്പോയെന്നാണ്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ നിമിഷ നേരം മതി കർത്താവ് ഏത് നിമിഷവും വരാം. ഒരു ഉദ്ദേശത്തിൽ വേണം, ആ ഒരു റെഡിനെസ്സിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. ഹല്ലേലൂയ. പലപ്പോഴും ഈ ദിവസങ്ങൾ എന്നെ ചിന്തിപ്പിച്ചതാണ് ഈ കാലിഫോർണിയയിലെ ഈ ഫയർ. നിമിഷ നേരം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഉന്നതിലിരുന്ന മന്നന്മാരെയൊക്കെ എന്ത് ചെയ്യുക, ഹോട്ടലിലൊക്കെ പോയി അവിടെ പോയി ഇന്ന് നിവൃത്തിയില്ല അതിൻ്റെ തറയിലൊക്കെ പോയിരുന്ന് ഇങ്ങനെയൊക്കെ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കണം. ഹല്ലേലൂയ. അതാണ്. എന്നിട്ട് നമ്മുടെ ആ ലക്ഷ്യം
നമ്മുടെ ലക്ഷ്യം തെറ്റാതെ ഓടി ആ നിത്യ രാജ്യത്തിൽ നമ്മൾ എത്തിച്ചേരണം. അത് മാത്രമാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോരക്തം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത്. നമ്മുടെ ഈ ലോകത്തിലെ ഈ ലൈഫ്, എൻ്റെ ദൈവം എന്നെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ചു ടെമ്പററി ലൈഫാ. ഇന്നല്ല നാളെ നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന പോണക്കല്ല, നമ്മുടെ വിചാരങ്ങളല്ല. നമ്മുടെ ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന ഓരോ വഴി അത്ഭുതമാണ്. ആടത്തെ നമുക്ക് അറിയില്ല. ആ ഒരു ആ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു ഉദ്ദേശം നമ്മളുണ്ടെങ്കിൽ, നമ്മൾ ഏത് നിമിഷവും നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലാണെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമുക്കൊരു നിത്യരാജ്യമുണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ, പലപ്പോഴും നമുക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അതാണ് ലക്ക് നോക്കി ഞാൻ എൻ്റെ ഓട്ടമുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ പിടിച്ചില്ല, ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിന് മറന്ന് മുൻപിലുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ട് ആ പരമ വിളിയുടെ ലാക്കിലേക്ക് ഓടുന്ന ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യബോധം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എങ്ങോട്ട് പോകണമെന്ന് അലയുന്നവരായി തീരും. ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് പൗലോസ് പറയുന്നത്, ഞാൻ പിടിച്ചില്ല, ഞാൻ പിടിക്കാമോ എന്ന് വിചാരിക്കുന്നേ ഉള്ളൂ, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഓടുക. ഒട്ടക്കള്ളത്തിൽ അനേകരാ ഓടുന്നത്. എന്നാൽ ബിരുദ പ്രാപിക്കുന്നവർ മാത്രം ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും. അതാണ് നമ്മുടെ ഉദ്ദേശം അതായിരിക്കണം, നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ആ എയിമിന് വേണ്ടി നമ്മൾ പോരാടണം. ദിവസം കർത്താവ് എന്നെ ബലപ്പെടുത്തിയ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനത്തിന്റെ 54:17. യെശയ്യാവ് 54:17. 16 കൂടെ ചേർത്ത് വെച്ചാലും നല്ല. തീക്കനലൂതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരകനെയും കൂടെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, നോ വെപ്പൺ ഷൽ പ്രോസ്പർ അഗൈൻസ്റ്റ് യു എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമുക്കത് ഹാനിയായിട്ട് തോന്നാമെങ്കിലും, പക്ഷെ ഫൈനലില് നമുക്കെതിരായി വരുന്ന ഒന്നും ഫലിക്കുകയില്ല. ഇതെങ്ങനെ സാധിക്കും? ഇതെന്താണ്? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ചിന്തിക്കുകയായിരുന്നു. ദൈവമേ, ഈ വാക്യം എന്നോട് പറഞ്ഞു, ഈ വാക്യത്തെ പറ്റി ചിന്തിക്കുന്ന പറഞ്ഞു. ഇങ്ങനെ കർത്താവ് ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിനക്കെതിരായി വരുന്ന ഒരായുധം ഫലിക്കുക. അപ്പൊ ഈ ആയുധങ്ങളൊക്കെ നമുക്കെതിരായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, ശത്രുവിന്റെ ആയുധങ്ങൾ. പക്ഷെ ദൈവം നമുക്ക് ആ ശത്രു നമുക്കെതിരെ ആയുധം ഉണ്ടാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? അതിന്റെ 16-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം ഉണ്ടാക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ശത്രു ഒരു ആയുധം നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിനു മുമ്പേ നമുക്ക് വേണ്ടി അതിന് പരിഹാരം കർത്താവ് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഇപ്പൊ എസ്തർ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല, ഇസ്രായേലിൽ മുഴുവൻ യഹൂദന്മാരെ മുഴുവൻ കൊല്ലുവാൻ വേണ്ടി ഒരാൾ പ്ലാൻ ചെയ്തപ്പോൾ അതിന് മുമ്പ് ഒരു എസ്തറിനെ ദൈവം അവിടെ കൊണ്ടുവന്നു. അപ്പൊ അവൻ അവിടെ ഉണ്ടാകാൻ പോകുന്ന പദ്ധതികള് കർത്താവ് നേരത്തെ കണ്ട് നമുക്ക് മുമ്പായി തന്റെ ദൂതനെ അയച്ചുകൊണ്ട് ദൈവം നമ്മെ വിടുവിക്കുക. അപ്പൊ നമ്മളെ സഹായിപ്പാൻ, നമ്മളെ ശക്തീകരിപ്പാൻ, നമ്മളെ സഹായിപ്പാൻ ദൈവത്തിന്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മളെ രക്തം കൊണ്ടാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തം, ആ ലോകസ്ഥാപനത്തിൽ ഒഴുക്കി കളഞ്ഞ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി വെച്ചിരിക്കുക, വീണ്ടെടുത്തിരിക്കുക, വില കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുമാണ് നമ്മള്. അപ്പൊ ഇത് ദൈവത്തിന്റെ ഒരു അമൂല്യ സ്വത്താണ്. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെപ്പറ്റി തന്നെ അറിവില്ലാത്തവരായി, നമ്മളെപ്പറ്റി പോലും ചിന്തിക്കാതെ നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ ഓടുമ്പോഴേ നമ്മെ പറ്റിയുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വചനം പറയുന്നത് എന്തുവാ? അനേകമാണ്. അതിന്റെ ഈ യെശയ്യാ പുസ്തകത്തിന്റെ 53-ാം വാക്യത്തില് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വിചാരിക്കുകയോ, ശത്രു ചിലപ്പം വന്ന് നമ്മുടെ കുറ്റം അങ്ങോട്ട് പോയി, നമ്മളെ ചില കുറ്റങ്ങൾ അങ്ങോട്ട് വന്ന് നമ്മുടെ ഒരു കുറ്റബോധം കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തെ നീ സ്വർഗത്തിൽ പോകത്തില്ല, നീ ആ പാപം ചെയ്തു, നീ അങ്ങനെ പോകും, അല്ല ഇന്ന രോഗം നിനക്ക് അതാ വന്നെന്നൊക്കെ ഉള്ള നിരാശയുടെ വാക്ക്, അല്ലെ നിന്റെ ജീവിതത്തിൽ വരുന്ന ഈ പ്രയാസങ്ങളെല്ലാം
നീ ശത്രുവാ, നിനക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ ഇല്ല, നിനക്ക് അതിന് യോഗ്യതയില്ലെന്നൊക്കെ ഇങ്ങനെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പം പിശാച് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ അതിനുവേണ്ടിയാണ് 53-ാം വാക്യത്തില് ദൈവം ശക്തീകരിച്ച് എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ്. അതിന്റെ 53-ല് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നു, സാക്ഷാൽ നമ്മുടെ, അതിന്റെ 4-ാം വാക്യം 53-ന്റെ 4, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ അതിന്റെ 5-ാം വാക്യത്തില് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യം നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ കർത്താവിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, നാം ചെയ്ത പാപങ്ങളെല്ലാം കർത്താവിന്റെ ക്രൂശിൽ അത് വഹിച്ചു. ഇനി ആ പാപത്തിന് അവിടെ ശിക്ഷയില്ല. വചനം പറയുന്നു, ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതാണ് ഇവിടെ കർത്താവിന്റെ വചനം നമ്മൾ വായിച്ചതില്, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ദൈവം എന്ത് ചെയ്യുക? കുറ്റം വിധിക്കും. ഹല്ലേലൂയ. ശിക്ഷയില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ പാപത്തെ അവൻ ക്രൂശിൽ, അതാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ദൈവത്തിന്റെ കുഞ്ഞാൻ, മനുഷ്യരുടെ പാവങ്ങളെ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് ക്രിസ്തു ആകുന്നു. ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി, നമ്മുടെ പാപത്തിന് പരിഹാരമായി, നമ്മുടെ രോഗത്തിന് പരിഹാരമായി. ഇതവിടെ എഴുതിയിരിക്കുന്നു, മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. നീ ത്യജിക്കപ്പെട്ടവനാണോ, നിന്ദിക്കപ്പെട്ടവനാണോ? ആ നിന്ന ആ ക്രൂശിൽ കർത്താവ് വഹിച്ചു. ഹല്ലേലൂയ. ഇനി നീ റിലാക്സ് ചെയ്യുക. പലപ്പോഴും ദൈവം ശക്തീകരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. പലപ്പോഴും ചില വാക്കുകള്, ചില പ്രശ്നങ്ങള് ജീവിതത്തിൽ വരുമ്പോൾ, അടിക്കടി വരുമ്പോൾ, ഹല്ലേലൂയ, അപ്പൊ നമ്മൾ അവിടെ ഓരോ ഉറപ്പോട് നിൽക്കണം. ഹല്ലേലൂയ. ധൈര്യത്തോടെ നിൽക്കണം. അവിടെ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആരെങ്കിലും, അതിന്റെ 15-ാം വാക്യത്തിൽ, ഒരുത്തൻ നിന്നോട് കലശൽ കൂട്ടുന്നെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും കലശൽ കൂട്ടി അത് നിന്റെ നിമിത്തം വീഴും. ഹല്ലേലൂയ. നിന്റെ വായിൽ അധികാരം ദൈവം തന്നിരിക്കുക. മരണത്തിന് ജീവനുള്ള അധികാരം നാവിന്റെ വാക്കില. ആർക്കും പറഞ്ഞുകൂടാത്ത ജ്ഞാനവും വിവേകവും എന്ത് ചെയ്യാം? ദൈവം നമ്മുടെ വായിൽ തരും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ടാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിനക്കെതിരായ ആയുധം വരികയില്ല, നിന്നെ കാൽവറി രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അപ്പൊ നമ്മൾ ക്രൂശിലേക്ക് നോക്കുക. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ ആ ക്രൂശിലേക്ക് നോക്കുക. പാട്ടുകാരൻ പറയുന്നല്ലോ, പാപത്തിനോളങ്ങള് ഈ സാധുവെ തള്ളുമ്പോൾ, ലോകത്തിന്റെ മോഹങ്ങൾ തള്ളുമ്പോഴേ, അല്ലെ എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു, രോഗം വന്നെങ്കിൽ, ക്ഷീണം വന്നെങ്കിൽ, നമ്മൾ ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ആ കൽവറി ക്രൂശിലെ രക്തം കാണുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് അവിടെ നമ്മുടെ കണ്ണ് തീർക്കും. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ, നീ എന്റെ പാപത്തെ ചുമന്നല്ലോ, നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ശത്രു കൊണ്ടുവരുന്ന ആയുധം അവിടെ തോറ്റുപോകും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വിരുദ്ധമായി കൊണ്ടുവരുന്ന ഏതൊരു ആയുധത്തെ കാൽവറി ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അതാണ് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഹല്ലേലൂയ. ആ ഉയർന്നിരിക്കുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ, അവൻ നമ്മോട് കൂടെ ഉണ്ട്. നമ്മെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, അവിടുന്ന് കൈവിടുന്ന ദൈവമല്ല. ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആ വചനം നമ്മുടെ നാവിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, ശത്രുവിന് പിന്നെ അവിടെ അധികാരമില്ല. അപ്പൊ ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈസോപ്പ് ചെടിയുടെ രക്തം കൊണ്ട് എന്ത് ചെയ്യാം? ആ കട്ടളക്കാൽമേലും കുറുമ്പിന്മേലും എന്ത് ചെയ്യാ? നിങ്ങൾ തേക്കണം. രക്തം കാണുമ്പോൾ സംഹാരകൻ എന്ത് ചെയ്യാം? വീട് കടന്നു പോകും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു, കൊല്ലനെയും സംഹരിപ്പാൻ എന്ത് ചെയ്യാം? സംഹാരനെ ഞാൻ എന്ത് ചെയ്യാം? നശിപ്പാൻ സംഹാരനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ശത്രു പലപ്പോഴും ദൈവം സൃഷ്ടിച്ചതിനെയൊക്കെയാണ് എടുത്ത് നമ്മൾക്ക്, മനുഷ്യരെ തന്നെ നമുക്കെതിരെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അയ്യോബിന്റെ ജീവിതത്തിൽ വന്നത് കണ്ട, കാറ്റിനെയും കടലിനെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചതാ. അതിനെയൊക്കെ പിശാച് എന്ത് ചെയ്തു? ഉപയോഗിച്ച് നമുക്കെതിരെ ഒഴുക്കും. അപ്പൊ ഈ സംഹാരൻ വന്നു കഴിഞ്ഞാൽ, കാൽവറി രക്തം കാണുമ്പോൾ, ക്രൂശിലെ രക്തം കാണുമ്പോൾ സംഹാരൻ അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. അവനത് കണ്ട് വിട്ട് ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പുത്രനെ നമുക്ക് വേണ്ടി അവിടുന്ന് തന്നു, നമുക്ക് വേണ്ടി യാഗമായി, നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചടക്കപ്പെട്ടു. ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ആ ക്രൂശിന്റെ മുഖത്തേക്ക്, ആ ക്രൂശിന് ചുവട്ടിൽ നമ്മൾ അഭയം പാടുമ്പോൾ, ആ സങ്കേത പട്ടണത്തിലേക്ക് നാം അഭയം പാടുമ്പോൾ, ഹല്ലേലൂയ,
ശത്രുവിന് പിന്നെ അവിടെ ഒന്നും നിൽക്കാൻ ഒക്കത്തില്ല. അവന്റെ തലയെത്താത്ത കാൽവറിയിൽ അവന്റെ മുഴുവൻ ആയുധവർഗവും കർത്താവ് പിടിച്ചു വാങ്ങി കാൽവറിയിൽ ജയം തന്ന കർത്താവാ. ആ കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ അഭയത്തിനായി വരുമ്പോൾ, നിന്നെ അഭയത്തിനായി വരുമ്പോൾ ആർക്കും തടയാനൊക്കത്തില്ല. ഹല്ലേലൂയ. അവിടുന്ന് നമ്മളെ മാറോട് ചേർത്തടയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവിടുന്ന് നമ്മളെ കരുതുന്ന ദൈവമാണ്. അവിടുത്തെ രക്തം കൊണ്ട് നാം വാങ്ങിയിരിക്കുക, നാം അവന്റെ സ്വന്തം മക്കളാക്കി അവിടുന്ന് തീർത്തിരിക്കുന്നു. എങ്ങോട്ട് കണ്ട കാൽവറി ക്രൂശിൽ ആ കുഞ്ഞാടിന്റെ രക്തത്തില കർത്താവേ എനിക്ക് ഒരു മോക്ഷമുണ്ടേ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അതാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അധികാരം കൊടുത്തു. ആ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അറിയാതെ പിശാച് ഇങ്ങനെ വന്ന് നമ്മളെ വട്ടം ചുറ്റിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങ് തകർന്നു പോയി, ക്ഷീണിച്ചു. അയ്യോ, ആരും ഇല്ലേ, പ്രാർത്ഥിക്കാൻ ആരുമില്ലേ, പാസ്റ്റർ വരുന്നില്ലല്ലോ, ഇതെന്തോ പറ്റി കർത്താവേ, ഇങ്ങനെ ഒരു പരീക്ഷയുണ്ട്. നമ്മൾ ക്ഷീണിച്ചു പോകാൻ തളർന്നു പോകുന്നൊക്കെ സ്ഥാനങ്ങളില് നമ്മളെ ശക്തനാക്കുന്നവനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ അതിനകത്ത് തന്നിരിക്കുന്നേ. നിന്നെ എന്ത് ചെയ്യാ, സകല സത്യത്തിലും വഴി നടത്തുവാൻ സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിനക്ക് അയച്ചിരിക്കുക. അപ്പൊ ആ കർത്താവ് നമ്മോട് ഇമ്മാനുവേലാൻ ദൈവമായെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് മിസ്രൈമില് ഇസ്രായേൽ ജനം പെസഹൊക്കെ കഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി നല്ല റെഡി ആയിട്ട് വന്ന് പെസഹൊക്കെ കഴിച്ചു. സമാരനെല്ലാം ഓടിപ്പോയി, ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ വന്നപ്പോഴാണ് കർത്താവ് പറയുന്നത്, മോശയോടൊക്കെ പറഞ്ഞു, ഇവരെ കൊണ്ടുവന്ന് ഇച്ചിരി ഒന്ന് ചുറ്റിച്ചൊക്കെ ഒന്ന് നടത്തി. ചില വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്താ ഒരു ചില കഷ്ടതയിൽ കൂടെ പെട്ടെന്ന് പോകാൻ്റെ സ്ഥാനത്ത് ഒരു റൗണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് നടത്തി. എന്തുകൊണ്ടാ? വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവര് യുദ്ധം കാണുമ്പോൾ എന്ത് ചെയ്യും? ഇവർ പേടിച്ചു പോകും, ഇല്ലേ? യുദ്ധം കാണുമ്പോൾ ഇവർ പേടിച്ചു പോകും, ഇവരവിടെ നിൽക്കത്തില്ല. അപ്പോഴേ ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനൊരു ബാറ്റിൽ ഫീൽഡില്ല. നമ്മുടെ അനുഭവമാണ് പറയുന്നത്. അവനൊരു ബാറ്റിൽ ഫീൽഡില്ല. ഏത് നിമിഷം ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വാക്ക് എഴുതുന്നുണ്ട്, യുദ്ധസന്നദ്ധരായിട്ട് ഇറങ്ങി. അപ്പം എറ്റായ്ക്ക് എവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിനാ, ദൈവരാജ്യത്തിന്റെ മക്കളായിട്ട് നമ്മൾ മാറിയപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം, ഹല്ലേലൂയ, ലോകത്തിന്റെ അധിപൻ അവിടെ ഉണ്ട്. അവന്റെ കയ്യിൽ നിന്നാണ് കർത്താവ് നമ്മൾ എന്ത് ചെയ്യുക, പിടിച്ചു വാങ്ങിച്ചത്. ഫറവോന്റെ കയ്യിൽ നിന്നും അവരെന്ത് ചെയ്യുക, അവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവനവിടെ ഇരിക്കത്തില്ല. അതാണ് അവന്റെ സ്വഭാവം കണ്ടില്ലേ. അവൻ ഉടനെ എന്ത് ചെയ്തു, തേരും 600 പല്ലക്കും രഥവുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, ഇസ്രായേൽ ജനത്തിനെ പുറകെ പിടിക്കുക. അപ്പം കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? അപ്പം ഇസ്രായേൽ ജനം ഇത് കണ്ടപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? എല്ലാവരും അങ്ങ് പേടിച്ചു പോയി, ഇല്ലേ? എല്ലാവരും പേടിച്ചു, അയ്യോ, ഇതിനാണോ എന്നെ കൊണ്ടുവന്നത്, ഇതിനാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അവർ കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞ എന്ത് ചെയ്യുക, ഭയപ്പെടേണ്ട. ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഇനിയും ഒരു നാളും കാണുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മിസ്രയീമിനെ ന്യായം വിധിക്കണം. മിസ്രയീമിനെ അവിടുത്തെ എല്ലാ കടിഞ്ഞുള്ളികളും എന്ത് ചെയ്യുക, അവനെ നദിയിലിട്ട് അവൻ നശിപ്പിച്ചവനാ. അപ്പൊ അവനൊരു ന്യായവിധി ഉണ്ട്. അത് നമ്മളെ കൊണ്ടാചരിക്കുക. അതാണ് നിനക്കെതിരായി വരുന്ന സകല നാൾ നീ എന്ത് ചെയ്യുക, കുറ്റം വിധിക്കും, വിധി അത്യം തന്നിരിക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്തു, കർത്താവിനോട് യാചിച്ചു. അപ്പൊ മോശയോട് ദൈവം പറഞ്ഞു, നീ ധൈര്യത്തോടിരി, ആരും ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഉറപ്പും ധൈര്യമുള്ളതായിരിക്കുക. ഇന്ന് കണ്ട മിസ്രയീമിനെ എന്ത് ചെയ്യുക, നീ കാണത്തില്ല. ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയത് ദൈവമാ. നമ്മൾ ഭയപ്പെടാം ഇല്ലയോ എന്നുള്ള അവിടെ ഒരു പരീക്ഷ നമുക്കുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ നടത്താൻ ശക്തനായ ദൈവമാ. ആ മരുഭൂമിയിൽ ആ ഇസ്രായേൽ ദൈവത്തെ അവരെന്ത് ചെയ്തു, അവരവിടുന്ന് പോയപ്പോൾ മോശയുടെ അസ്ഥികളും കൂടെ എടുത്തു. അപ്പം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പ്രോമിസസുകൾ. ഹല്ലേലൂയ. ദൈവം പഴയ കാലങ്ങളിലൊക്കെ നടത്തിയത്, ഇവിടുന്ന് ദൈവം നിങ്ങളെ നിശ്ചയമായും സന്ദർശിക്കും, ഇവിടുന്ന് ഒരു വിടുതലുണ്ട്. അപ്പം ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ആ നന്മകളെല്ലാം നമ്മൾ ധ്യാനിക്കണം. വിഷയങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം ചെയ്ത ഉപകാരം നമ്മൾ മറന്നു പോകരുതേ. കഴിഞ്ഞതിലേക്കൊന്ന് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ, ദൈവം നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് ധ്യാനിക്കുമ്പോൾ, കർത്താവേ, ഇന്ന വിഷയങ്ങളിൽ നീ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ആ ദൈവം ഹല്ലേലൂയ, ആ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് അങ്ങോട്ട് പകരുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് എന്ത് ചെയ്യുക, കർത്താവ് അവർക്ക് എന്ത് ചെയ്യുക, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ട്
ദൈവം അവരുടെ മുമ്പേ പൊയ്ക്കൊണ്ടിരുന്നു. നമ്മളത് വിശ്വസിക്കണം. ഒരു പകല് മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും കൂടെ നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ അറിയാതെ തന്നെ മേഘസ്തംഭം അഗ്നിസ്തംഭമായിട്ട് നമ്മുടെ കൂടെ കാവൽ ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മളെ. അപ്പൊ ഫറവോൻ എന്ത് ചെയ്തു? കഠിനമാക്കി അവൻ വന്നു. അങ്ങനെയൊക്കെ ശത്രു അങ്ങനെ ഓരോ ദിവസങ്ങളില് ഇങ്ങനെ നമ്മളെയൊക്കെ പോരാടെങ്കിലും അത്യന്തമായിട്ട് എന്ത് ചെയ്യുക? ഇവരിന്ന് പേടിച്ചു പോയി, വേദിച്ചു പോയി. അപ്പൊ എന്തായാലും കർത്താവ് പറഞ്ഞു എന്ത് ചെയ്യുക? ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. അവർ വിശ്വസിച്ചു. ഹല്ലേലൂയ. ധൈര്യത്തോടെ ചെങ്കടലിൽ വിഭാഗിക്കപ്പെട്ടു. അവർ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയെങ്കിൽ ഹല്ലേലൂയ, അവർക്കെതിരെ പോരാടിയ ശത്രുവിനെ ദൈവം എന്ത് ചെയ്തു? അതിനകത്ത് മുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ചില വിഷയങ്ങൾ കണ്ടിട്ട് ഭയപ്പെടാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കയില്ല. ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഇനി ഒരു നാളും കാണുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രോമിസസ് അവിടെ ഉണ്ട്. നമ്മൾ ആ പ്രോമിസസ് വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ നമ്മളൊന്ന് ധ്യാനിക്കണം. ഓടിപ്പിടിച്ച് നമ്മളങ്ങ് ഭാരപ്പെടാതെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് പകരുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. യോശുവ ഇതുപോലായിരുന്നു. ഭയപ്പെട്ടു. ഒടുവില് യോശുവ അവിടോട്ട് ദൈവത്തോട് പറഞ്ഞു, ഈ എന്താ അമ്മോന്യരൊക്കെ ഇങ്ങോട്ട് കയറി വന്ന് യുദ്ധം ചെയ്യാൻ വന്നപ്പോഴേ യോശുവ പറഞ്ഞു, യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾക്കൊക്കെ എന്താ പറഞ്ഞേ? സൂര്യ നീ ഗിബെയോനിലും ചന്ദ്രാ നീ അയ്യോൻ താഴ്വരയിൽ നിൽക്കുക. വചനം പറയുന്നു, ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട ദിവസം പോലെ വേറൊരു ദിവസം മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. സൂര്യൻ ആകാശമധ്യേ നിന്നു. ഹല്ലേലൂയ. അപ്പൊ യോശുവ ദൈവത്തിന്റെ വചനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു അവനോട്, നീ എന്ത് ചെയ്യാ? ഈ ന്യായപ്രമാണത്തിൽ നിന്ന് വള്ളി പുള്ളിയെന്നും മാറ്റാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വചനം ദൈവമായിട്ട് നമ്മുടെ ഉള്ളിലാ. നമ്മളല്ല പിന്നെ പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മളിലുള്ള വചനം വിശ്വാസമായി മാറും. ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ മുഖത്ത് നമ്മൾ ഭാരപ്പെടുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവോടിരിക്കും. അതാണ് നാവിന്റെ അധികാരം ദൈവം അവിടെ കൽപ്പിക്കും. അതാണ് അവരുടെ പ്രകൃതമെന്നാണ് അവിടെ നമ്മൾ വായിച്ചത്, അല്ലേ? യഹോവയുടെ ദാസന്മാരുടെ അവകാശം എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ. ഹല്ലേലൂയ. അപ്പൊ വചനം ദൈവം നമ്മുടെ വായിൽ തരും. ഹല്ലേലൂയ. ആ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുക. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു യുദ്ധം യഹോവ വചനം പറയുന്നു. യോശുവ 10-ാം അധ്യായത്തിലെ അതിന്റെ 14-ാം വാക്യത്തിലെ, മനുഷ്യന്റെ വാക്ക് കേട്ട ദിവസം പോലെ ഉണ്ടായിട്ടില്ല, യഹോവ തന്നെയാണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് ഉണ്ട്. നമ്മുടെ യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ഭയപ്പെടും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ ഹല്ലേലൂയ, അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വചനം എന്താ പറയുന്നത്? പിശാചിനും അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ വർഗം ധരിക. സർവായുധ വർഗം ധരിക്കുക. അതിനകത്ത് 1-2 കാര്യങ്ങൾ ഇവിടെ ആയുധത്തിനോടുള്ള വിഷയത്തില് എന്റെ മനസ്സിൽ വന്നത്, ഒന്ന്, നമുക്ക് പോരാട്ടമുള്ള ജഡരത്വങ്ങളോടല്ല, ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെ, ഈ ദുഷ്ടാത്മ സേനയോട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ മനുഷ്യരോട് ചിലപ്പോൾ പോരാടും. അല്ലേ, അവരെങ്ങനെ പറഞ്ഞല്ലോ, അവരിങ്ങനെ പറഞ്ഞല്ലോ, അതെനിക്ക് ഭയങ്കര വിഷമമായി, അയ്യോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ അതിനകത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നെഹമ്യാവിനോട് പറഞ്ഞു, ഒരു കുറുക്കൻ കയറിയാൽ നിന്റെ പണി പോകുമല്ലോ, നിരുത്സാഹപ്പെടുത്തി. പിന്നെ തുടരെ അത് നടക്കുന്നില്ലെന്ന് വിചാരിച്ചപ്പോ നെഹമ്യാവിന് എന്ത് ചെയ്യുക? തോബിയാവ് തുടരെ കത്തെഴുതുക. പണി ഇപ്പം നിർത്തി വെക്കണം, അവിടെ അടിച്ചു കൊല്ലും, നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇന്നാര് കൊല്ലാൻ നിങ്ങളെ വരുന്നു, അതുകൊണ്ട് ഓടിപ്പൊക്കോണം. നെഹമ്യാവ് എന്താ പറഞ്ഞു? എന്നെ പോലുള്ള ഒരുത്തനെ ഓടിപ്പോകുമോ? ഇങ്ങനൊക്കെ ചില നിരാശയുടെ വാക്കുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഉറയ്ക്കണം. എന്റെ ദൈവം അറിയാതെ എനിക്ക് ഒന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അവിടെ തന്നെ ഉള്ളംകരങ്ങളിൽ പിടിച്ചിരിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തിനുള്ളവൻ. ഹല്ലേലൂയ. ശത്രുവിന് അധികാരമില്ല. വീതിയൊക്കെ കൊണ്ടുവന്ന് അലറുന്ന ഒരു സിംഹം പോലും ഇങ്ങനെ നമ്മളെ ഒന്ന് വിരട്ടാൻ നോക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അവന്റെ ആയുധങ്ങളെ പിടിച്ചു വാങ്ങിച്ച് ക്രൂശിൽ എനിക്ക് ദൈവം തന്ന ദൈവം എന്നോട് കൂടെ ഉണ്ട്. അവനറിയാൻ തലയിൽ ഒരു രോമം പോലും അത് വീഴുകയില്ല. ആ ഉറപ്പും ധൈര്യവും നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ സർവായുധ വർഗത്തിന്റെ കാര്യം പറയുമ്പോഴേ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് എന്ത് ചെയ്യണം? സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിക്കണം. ഈ സത്യം കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറയുന്ന കാര്യങ്ങളുണ്ട്, എന്നാലും വചനം പറയുന്നത് എന്താ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു ക്രിസ്തു
നമുക്ക് നമ്മുടെ പടനായകൻ യേശു, ത്രിയേക ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ആ ദൈവമാണ് നമ്മുടെ. ഈ, പിലാത്തോസ് ചോദിച്ചപ്പോൾ സത്യം എന്തുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ തന്നെ സത്യം, ഐ ആം ദ ട്രൂത്ത്. സത്യതൽപരനായുള്ളവരെല്ലാം എന്ത് ചെയ്യുക? എൻ്റെ വാക്ക് കേൾക്കുന്നു. സത്യത്തിന് സാക്ഷ്യം നിൽക്കേണ്ടതിന് ഞാൻ ലോകത്തിൽ വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ സത്യമായ ദൈവത്തെ നമ്മൾ ആരക്കി കിട്ടുന്ന പറഞ്ഞാൽ, ദാവീദ് പറയുമ്പോഴേ, ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ശക്തനാക്കുന്ന ഒരു ദൈവം, ആരക്ക് സത്യം, കർത്താവ് എന്നോട് കൂടെ ഉണ്ട്, ഉറപ്പുണ്ട്. ചില പെന്തിക്കോസുകാരെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രൈസിലോട് കർത്താവേ സ്തോത്രം എന്നൊക്കെ പറയുന്നു, അതിരി അവര് പറഞ്ഞു പോകുന്നത്, അമ്മേ അമ്മേ നമ്മുടെ കർത്താവ് ആ സത്യം, അമ്മയൊക്കെ ഒന്നും നമുക്കൊന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും ചിലർ പെന്തിക്കോസ് ചിലർ അറിയാവുന്നില്ല. ഈ അടുത്തിടയില് ഒരു മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു മുഖ്യമന്ത്രിയുടെ മോൻ, പണ്ട് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നവനോ ക്രിസ്ത്യാനിയായിരുന്നു. അവന് ശബരിമല പോയിരിക്കുക ഇരുമലക്കെട്ടുമായിട്ട്. ഒരു മാസ്റ്റർ നല്ലതായിട്ട് ഫയർ ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പില്ല. ആരാ രക്ഷിച്ചത്, ആരാ ദൈവം, ആരാ സത്യം, ഉറപ്പില്ല. ഹല്ലേലൂയ. പല ക്രിസ്ത്യൻ ലോകത്തും കണ്ടുവരുന്നതാ. ഒരു കാര്യമാണ്, അതാണോ ഇതാണോ ഒന്നും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടിട്ട്, അവരുടെ ആകെയുള്ള ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു പോയാൽ മദർ മേരിക്ക് പോയി 2 മെഴുകുതിരി കത്തിക്കുകയായിരുന്നു. അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ആത്മീയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ജനത്തെ കബളിപ്പിക്കുന്ന ചില ആയുധങ്ങൾ, ചില കപട സന്യാസിമാര് ലോകത്ത് ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം പിശാചിന്റെ ഒരു പോരാട്ടമാണ്. മുമ്പോട്ട് കർത്താവിലേക്ക് ജനത്തെ നയിക്കരുത്. ഹല്ലേലൂയ. എന്നാ വചനം പറയുന്നത് എന്ത് ചെയ്യുക? അരയ്ക്ക് സത്യവും നീതി എന്ന കവചവും ധരിച്ച്, ആ ദൈവവചനം കാലിന് നീതി എന്ന കവചം. നീതി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നീതി. ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ നീതി, അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു. ആ രക്ഷാ ശിരസ്സും നമ്മളെ ഇട്ടിരിക്കുക. ഹല്ലേലൂയ. ആ രക്ഷാവസ്ത്രം നമ്മളെ ധരിപ്പിക്കുക. നമ്മുടെ നീതി നോക്കിക്കഴിഞ്ഞാൽ യേശയ്യാപ്രവചനം പറയുന്നില്ലേ, എല്ലാം കറ പുരണ്ട തുണി പോണക. ഹല്ലേലൂയ. എന്നാൽ അതിനപ്പുറമായി കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ആ ഹല്ലേലൂയ, അവന്റെ ആ നീതിയുടെ വസ്ത്രം നമ്മളെ ആഭരണമായിട്ട് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പിന്നെ നമുക്ക് പുറമോട്ട് നോക്കണ്ട, അതാണോ ഇതാണോ ഏതാ ശരി എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നില്ല. പലപ്പോഴും നമ്മള് ചില പുണ്യവാന്മാരും ഒക്കെ ഉണ്ടല്ലോ ലോകത്ത്. ക്രിസ്ത്യൻ ജീവിതത്തില് ഒരുപാട് പേരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പെന്തിക്കോസിലാണെങ്കിൽ ചിലത് നുണഞ്ഞു കയറി ചില തിയോളജിയും ഒക്കെ കൊണ്ടുവന്ന്, പ്രോസ്പെരിറ്റി ഒക്കെ വന്ന്, ആ പഴയ ദൈവസ്നേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മളെ അകറ്റണം. ലോക സ്നേഹം നമ്മളായി വന്നു കഴിഞ്ഞാൽ സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്നും നമ്മളെ തിരിക്കാൻ വേണ്ടി ശത്രു അപ്പം കർത്താവിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. വാഴ്ചകൾക്കോ അധികാരത്തിനോ മരണത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. കൂടുതലും ആ ഉറപ്പ് പലപ്പോഴും ശത്രു ഇങ്ങനെ കൊണ്ടുവന്ന് കൺഫ്യൂഷൻ, ഡൗട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും, അയ്യോ കർത്താവേ, ഇത് കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ലോ, അങ്ങനെയാണല്ലോ, ചില കൺഫ്യൂഷൻ വരും. അപ്പോഴ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഉറക്കുക. ഹല്ലേലൂയ. എൻ്റെ ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവന് അതിനോടുകൂടെ സ്ഥലവും നമുക്ക് തരാതിരിക്കുമോ? ഹല്ലേലൂയ. ഏത് വിഷയത്തിന് വേണ്ടിയും നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ, ആ വചനം നമ്മളെ ശക്തീകരിക്കുമ്പോൾ, ആ ദൈവവചനം, ഹല്ലേലൂയ, അതെന്താണ് വചനം പറഞ്ഞിരിക്കുന്നത്? എന്താ? ആ വിശ്വാസം എന്ന പരിചയത്തിന് രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും. ഹല്ലേലൂയ. ആ സത്യവചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഒരു കൂട്ടർ പറയും, വേണ്ട, വിശ്വസിച്ചിട്ട് സ്നാനം എടുക്കണ്ട, അല്ലാതെ അങ്ങ് സ്നാനം എടുത്തേച്ചാൽ മതി. എന്തുകൊണ്ട്? ചിലപ്പോൾ ഇന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. വിശ്വസിച്ചാൽ മാത്രമേ സ്നാനം എടുക്കാവൂ എന്ന് വചനം പറഞ്ഞിരിക്കുന്നെങ്കിൽ അതാണ് ദൈവവചനം, അതാണ് സത്യം. അതാണ് പ്രധാന സത്യത്തിന്റെ വചനത്താൽ തന്നെ
ശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ വചനത്തോട് നമ്മൾ മായം ചേർക്കാതെ ആ സത്യവചനം അതുപോലെ നമ്മൾ പാലിക്കുമ്പോൾ ഹല്ലേലൂയ, ശത്രുവിന്റെ ആയുധങ്ങളൊന്നും നമ്മോട് അടുക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വളർത്തുന്ന നമ്മൾ വളരെ ശ്രദ്ധിച്ച് അത് അങ്ങനെ തന്നെയാണോ ഇങ്ങനെയാണോ ആ ബെരോനോവിലുള്ള വിശ്വാസികള് ടേസ്റ്റ് ചെയ്ത് നോക്കിയതുപോലെ നമ്മൾ കർത്താവിന്റെ വചനത്തില് ഉറപ്പും ധൈര്യമായിട്ട് ദിവസങ്ങളിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. ഹല്ലേലൂയ. ആ നീതിയുടെ കവചം കർത്താവിനെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. ഹല്ലേലൂയ. ആ കാലിന് റെഡി ആയിരിക്കുക. എന്ത് കാര്യം കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള ഒരുക്കം നമുക്ക് ഉണ്ടായിരിക്കുക. പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിട്ട് വെലിസബത്ത് പറയും, മരിക്കാനും കൂടെ ഞാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള ആ കർത്താവിന്റെ ആ ശബ്ദത്തിങ്കില് നമ്മൾ ആ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുന്നത് അനുസരിച്ച് നമ്മൾ ധൈര്യത്തോടെ നിൽക്കുക. പലപ്പോഴും അധൈര്യം കൊണ്ടുവന്ന് പിശാച് കൊണ്ടുവന്ന് നമ്മളെപ്പോഴും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. വാദിച്ച് നിൽക്കുക. ഗോലിയാത്ത് 40 ദിവസം വന്ന് ഇസ്രായേൽ ജനത്തിനോട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കാണിക്കേണ്ട ഒരു കാര്യം മുമ്പോട്ട് താങ്ങുന്നില്ല. ഇങ്ങനെ വിഷയത്തിൽ നമ്മൾ പാർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിനെ ദൈവം അവിടെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവനവന്റെ സാക്ഷ്യം പറയുന്നു, ഞാനൊരു കരടിയെയും ഒരു സിംഹത്തെയും എന്ത് ചെയ്യാം, ഞാൻ അടിച്ച് തകർത്തവനാ. അവിടെ സാക്ഷ്യം പറയുന്നു, ഈ അഗ്രചർമ്മിയ അതിലെ അതുപോലെ ഒരുവന് ആയിത്തീരും. ഹല്ലേലൂയ. നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ. ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എന്റെ കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരം. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നമുക്ക് തന്നത്. സ്വർഗത്തിനും ഭൂമിക്കും സർവ്വ അധികാരവും പ്രാപിച്ചവനാ. ആക്ച്വലി അധികാരങ്ങളെ എല്ലാം എന്ത് ചെയ്യുക, ആയുധവർഗം വെച്ച് കീഴ്പ്പെടുത്തി ക്രൂശിൽ ജയോത്സവമായിട്ട്. ഹല്ലേലൂയ. ആ അധികാരം അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ച്, ഹല്ലേലൂയ, എന്നേക്കും മരണഭീതിയിലായിരുന്നവനെ വിടുവിച്ച് നമ്മളെല്ലാം കർത്താവിന്റെ മക്കളാക്കി ആ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്നിരിക്കുക. അത് തന്റെ സഭയ്ക്ക് ആ അധികാരം കർത്താവ് കൊടുത്തിരിക്കുക. അപ്പൊ നമ്മൾ ആരാണെന്നുള്ള ആ ബോധത്തോടെ യേശുവിന്റെ രക്തത്താൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ എന്ത് ചെയ്യുക, പിശാചിന്റെ തന്ത്രങ്ങളോടും എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ, ബലപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നമുക്കെതിരായി വരുന്ന ആയുധങ്ങളൊന്നും എന്ത് ചെയ്യുക, ഇവിടെ ഫലിക്കത്തില്ല. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഗോഗ് മാഗോഗ് യുദ്ധം ഇനിയും അന്ത്യകാലത്ത് ഇനി ഉണ്ട്. ഹല്ലേലൂയ. പിശാചിനുമായിട്ടും അതിന്റെ വിശുദ്ധന്മാരുമായിട്ട് ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ എങ്ങനെയാ അവന്റെ വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ദിവസം. ഹല്ലേലൂയ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യോശഫാത്ത് താഴ്വരയില് നടക്കുന്ന യുദ്ധം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ യുദ്ധസന്നദ്ധനായി കർത്താവിന് വേണ്ടി ഇന്ന് ചില രീതിയിൽ കൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോവുക. ഇസ്രായേൽ മക്കൾ യുദ്ധം അഭ്യസിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അവരെ എന്ത് ചെയ്യുക, ദൈവം എന്ത് ചെയ്യുക, ചെറിയ യുദ്ധങ്ങളൊക്കെ നടത്തി. അപ്പം അവരെ ഇറങ്ങിയപ്പോഴൊരു യുദ്ധം, അത് കഴിഞ്ഞിട്ട് അവരുടെ യുദ്ധം കർത്താവ് ജയിപ്പിച്ചു. എന്നാ പിന്നെ യോർദാൻ സ്നാനത്തിന് മുൻകറിയാ. അവിടെ ചെന്നപ്പോഴാണ് അവിടെ വേറെ ടൈപ്പുള്ള യുദ്ധം. ഹല്ലേലൂയ. അവിടെയാണ് യോശുവ എന്ത് ചെയ്യുക, സൂര്യനെ അവിടെ നിർത്തിയത്. ഹല്ലേലൂയ. അപ്പൊ ചില ഗ്രാജുവലായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ സിദ്ധത, പ്രത്യാശയും പ്രത്യാശ തേജസ്സിനെയൊക്കെ ഉരുവാക്കുമ്പോൾ നമ്മൾ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ദൈവിക പദ്ധതിയുടെ അണ്ടറിലാണ് ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കുക. പ്രശ്നങ്ങൾ കണ്ട് അതുകൊണ്ട് നമ്മൾ ഭയപ്പെടാതെ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല, നമ്മളെ ആശ്വസിപ്പിക്കും, ബലപ്പെടുത്തും. ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താ, അവനിലും കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യാം, നമ്മള് ശക്തിപ്പെടണം. ഹല്ലേലൂയ. കർത്താവേ, നീ എന്നെ ശക്തീകരിക്കണമേ, നിന്റെ ആത്മാവിനെ ബലപ്പെടുത്തണമേ, ആത്മാവിനോട് സംസാരിക്കണമേ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, അപ്പോഴാണ് ഈ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, നമ്മളെ വിട്ട് പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വാഴ്ചകളോടോ അധികാരങ്ങളോടോ അല്ല, അന്ധകാരത്തിന്റെ ലോകാധിപതികളും ദുഷ്ടാത്മ സേനയോടും അത്രേ, ജഡരത്വങ്ങളോടല്ല. ഹല്ലേലൂയ. ഈ ദുഷ്ടാത്മ സേനയ്ക്കൊന്നും പിന്നെ ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പ് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ നിന്നെ വിട്ട് ഓടിപ്പോവും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വചനം, കർത്താവിന്റെ രക്തം സംഹാരകൻ അവിടെ അടുക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മൾ വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ രക്തം നമുക്ക് കോട്ടയായിരിക്കുന്നു. ഹല്ലേലൂയ. അത് നമുക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കുന്നു. അത് നമ്മുടെ ആന്റിവൈറസ് ആയിട്ട് ദൈവം നമ്മളെ അത് മാറ്റിയിരിക്കുക. ഹല്ലേലൂയ. ദിവസങ്ങളിലെ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആ രക്ഷ എന്ന ശിരസ്ത്രം യേശുക്രിസ്തുവിൽ കൂടിയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അന്യപുണ്യവാളന്മാരെയും അങ്ങോട്ട് പോയി ചിലർ ശബരിമല പോകുന്നത് കൃത്യവസ്ഥക്കാർ കാണും.
എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ദൈവവചനം ഉറപ്പില്ലെങ്കിൽ ആടി ഒളിഞ്ഞിരിക്കുന്ന കയ്യാലപ്പുറത്തിരിക്കുന്ന ആ തേങ്ങാപ്പൂവിനൊക്കെ ഒന്നും ഉറപ്പില്ല. അവരത് പറയും, അങ്ങോട്ട് പറയും, ഇന്നാരെ ഉണ്ട്, ഇന്നാരെ ചെന്ന് പ്രാർത്ഥിക്കുക, അല്ലെ ഇന്നാരെ. ചില പ്രവാചകന്മാരോട് ചെറുപ്പന്മാർക്ക് നല്ല കോളാ, അവർക്ക് ആയിന്ന് വരുന്നതൊക്കെ അങ്ങ് പ്രവചിക്കും. നമ്മൾ ചിലപ്പം കൺഫ്യൂഷനായി പോകും. ഹല്ലേലൂയ, ഒരാൾ അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, ഏതാ ശരി? ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നല്ല പ്രവാചകന്മാരും ഉണ്ട്, കള്ളപ്രവാചകന്മാരും ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ഉറപ്പുള്ളവരായിട്ടിരിക്കുക. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? ഹല്ലേലൂയ. അതിനാണ് കർത്താവിന്റെ വചനം പറയുന്നത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുക? പൂർണ്ണ സ്ഥിരത കാണിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കർത്താവേ, എൻ്റെ ഹൃദയം നമ്മൾ അങ്ങോട്ട് പകർന്നു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. അവിടുന്ന് മാറ്റമില്ലാത്ത ദൈവമാണ്, സത്യ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, നിത്യ രാജാവാണ്. ഹല്ലേലൂയ. അവിടുന്ന് ഒരു സകലവും അറിയുന്ന ദൈവം, എൻ്റെ നിരൂപണങ്ങൾ പോലും അവിടുന്ന് അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഓ, എൻ്റെ ദൈവം അല്ലാതെ ആരുമില്ലാതെ. കർത്താവ് പറഞ്ഞ വചനം പറയുന്നത്, എന്നോട് അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് പിതാവിലേക്ക് ഒരു പുതിയ വഴി തുറന്നു തന്ന കർത്താവാണ്. ഹല്ലേലൂയ. ആ കർത്താവിൽ നമ്മൾ പൂർണ്ണമായി അങ്ങ് ആശ്രയിക്കുക. ആ പരിശുദ്ധാത്മാവ് അപ്പം പിന്നെ എന്ത് ചെയ്യുക? പിന്നെ നമ്മളെ എടുത്ത് നടത്തും. ഹല്ലേലൂയ. ഈ സത്യം എന്ന് പറയുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് ആയിരിക്കും. സത്യം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുക. ആ കർത്താവിനെ ഉയർത്തിയതുപോലെ, മോശ ഉയർത്തിയതുപോലെ കർത്താവിന്റെ നാമം നമ്മളെ ഉയർത്തുക. പലപ്പോഴും നമ്മൾ യേശുവിന്റെ നാമം പലപ്പോഴും നമ്മൾ പറയാതെ പോകുന്ന സമയമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ ഒരു പ്രാർത്ഥനാ സമയത്ത് ആശീർവാദം പറഞ്ഞപ്പോഴൊരു ഒരു റെവറൻഡ് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ ട്രംപിന്റെ അവസാനം ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞില്ല. ആമീൻ പറഞ്ഞപ്പം അപ്പം അത് യേശുവിന്റെ നാമം അങ്ങ് വിട്ടുപോയി പുള്ളി. അപ്പൊ നമ്മൾ കർത്താവിന്റെ നാമത്തിൽ യാചിക്കുന്നതും പിതാപുത്രൻ മഹത്വപ്പെടേണ്ടത് നമുക്ക് എന്ത് ചെയ്യും? ചെയ്തു തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഇമ്പോർട്ടന്റ് എടുത്തു കാണിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ കർത്താവിന്റെ കരം, അത്ഭുത കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഈ കർത്താവിന്റെ വചനത്തിൽ വചനം പറയുന്നത് എന്താ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് എന്തെങ്കിലും നമുക്കൊന്ന് ദൈവത്തിങ്കിലേക്ക് പോകാനുള്ള ഒരു വഴി തുറന്നു തന്നെ. ഹല്ലേലൂയ. ആ പിതാവ് പുത്രനെ തന്നു. ആ പുത്രനെ കാണുന്നവൻ, ആ പുത്രനെ അക്സെപ്റ്റ് ചെയ്യുന്നവൻ പിതാവിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. പിതാവിനെ കാണുമെങ്കിൽ പുത്രനെ കണ്ടാൽ മതി. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹം, ആ ക്രിസ്തുവായിട്ടുള്ള സ്നേഹം, റിലേഷൻഷിപ്പ് നമ്മൾ പലപ്പോഴും പിന്നെ അത് സ്നേഹത്തിൽ നിന്ന് കുറയ്ക്കാനാണ് പിശാചിന്റെ ഒരു ആയുധം. ഹല്ലേലൂയ. ആ ആയുധത്തെ നമ്മൾ ജയിക്കുമ്പോൾ, ആ കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ, ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, കർത്താവേ നിന്റെ ക്രൂശിലേക്ക് ഞാൻ നോക്കുന്നു, ഹല്ലേലൂയ, ആ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും നമുക്കറിയാം ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ തിരിച്ചു വരുന്നതായിരിക്കും. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിപ്പാൻ ആർക്കും കഴിയില്ല. പലപ്പോഴും പിശാച് എങ്ങനെയെങ്കിലും നോക്കും, പക്ഷെ അത് വേർതിരിക്കാൻ, അതാണ് നിനക്കെതിരായി വരുന്ന ആയുധം പ്രോസ്പർ ആകത്തില്ല. പലപ്പോഴും നമ്മൾ തെറ്റിയില്ലേ, പാപത്തിലൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇങ്ങനെ നിന്റെ പോയി, നീ ദൈവമായിട്ടുള്ള കണക്ഷൻ പോയി എങ്കില് കർത്താവിന്റെ വചനം പറഞ്ഞ് നിന്റെ പാപത്തിന്റെ ശിക്ഷ ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. ക്രിസ്തയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഞാൻ കർത്താവിന്റെ കരങ്ങളിലായിരിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ രക്തം കൊണ്ട് തന്നെ കർത്താവേ നീ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. നമ്മള് മാത്രമല്ല, കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഉയരത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കൈവിടുന്ന ദൈവമല്ല, അവിടുന്ന് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അതിനെന്തുവാ പറയുന്നത്? റോമാലേഖനത്തിലെ 8-ാം അധ്യായത്തിലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ ആരുമില്ല. ഹല്ലേലൂയ. ആയുധങ്ങളൊക്കെ ശാസ്ത്രം കൊണ്ടുവന്നൊക്കെ അതുവഴി അങ്ങ് പോത്തേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പോരിന്റെ ആയുധങ്ങള് ജഡീയങ്ങളല്ല, കോട്ടകളേൽപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ള ആയുധങ്ങള്. ഹല്ലേലൂയ. ക്രൂശിലെ രക്തം, ഹല്ലേലൂയ, കാൽവരി രക്തം നമ്മൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ക്രൂശിലെ രക്തത്താൽ വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ അതിൽ വിശ്വസിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം, ഹല്ലേലൂയ, ആ നാമത്തിന് മുമ്പ് ഒരു നാമം ഉണ്ടായിട്ടില്ല. അത്ഭുത നാമം, അതിശയ നാമം, ഹല്ലേലൂയ. ആ അധികാര നാമം നമ്മൾ നാവിൽ എടുക്കുമ്പോൾ അവിടെ തന്നെ ഒരു വിടുതലാണ്. ഹല്ലേലൂയ. സാത്താനൊന്നും അവിടെ നിൽക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. പലപ്പോഴും നമ്മൾ ശത്രു തോപ്പിക്കാൻ നോക്കും. ഹല്ലേലൂയ. അതാണ് അവന്റെ പരിപാടി. കൊല്ലുവാനും മുടിപ്പാനും നശിപ്പാനും അല്ലാതെ സാത്താൻ വരുന്നില്ല. അപ്പോഴേ വചനം പറയുന്നത് അതിന് ഇടം കൊടുക്കരുത്. പലപ്പോഴും നമ്മള്
ചില വിഷയങ്ങളിൽ ചിലപ്പം കോപിച്ചു പോകും. കോപിച്ചാ പാപം ചെയ്യാതിരിപ്പാ നോക്കുക. സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സാത്താൻ നമ്മൾ അറിയാതൊക്കെ ചെയ്തു പോകും. നമ്മൾ അറിയാതൊക്കെ ചെയ്തു പോകുമ്പോൾ സാത്താൻ പതുക്കെ പതുക്കെ അവിടെ എന്ത് ചെയ്യും? ആധിപത്യം സ്ഥാപിച്ച് നമ്മുടെ ഉള്ളിൽ കയറാന് ഇങ്ങനെ നോക്കിയിരിക്കുക. വചനം എന്താ പറയുന്നേ? ആരെ വിഴുങ്ങേണ്ടുവെന്ന് തക്കം നോക്കിയിരിക്കുക. നമ്മളറിയാതെ തന്നെ നമ്മളെ തോപ്പിക്കാൻ നോക്കും. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. ഈ തന്ത്രശാലിയായ പിശാചിന്റെ തന്ത്രത്തിന് മേൽ കർത്താവ് നമ്മളെ അതിനെ ഓവർകം ചെയ്യുവാനുള്ള മുന്നമേ നമ്മളെ കാണിക്കും. ആലോചന നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഇന്ന വഴി കൂടെ പോരുത്, ഇന്ന വഴി കൂടെ പോകൂ. ഹല്ലേലൂയ. വഴി ഇതാകുന്നു, അവിടെ ട്രാപ്പ് ഉണ്ട്, ഇതിൽ കൂടെ നടന്നുകൊള്ളുക. അവിടുന്ന് ഒരു ശബ്ദം നമ്മളെ കേൾപ്പിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 91 എന്താ പറഞ്ഞേ? അവൻ തന്റെ തൂവൽ കൊണ്ട് നിന്നെ മൂടും, അവന്റെ ചിറകീഴിൽ നീ അഭയം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് എന്ത് ചെയ്യാ? പരിചയം കോട്ടയമാണ്. ഹല്ലേലൂയ. ഈ മഹാമാരിയും ഭീകരതയും പകൽ പിറക്കുന്ന അസ്ത്രതയോ ഒന്ന് നശിപ്പിക്കുന്ന സംഹാരത്തെ ഒന്നും നീ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ എന്താ? ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ കൂടെ ഇരിക്കുന്ന, ഒരു ബാധ്യം എടുക്കാതെ വണ്ണം, ഒരു രോഗം എടുക്കാതെ വണ്ണം നമ്മളെ സഹായിക്കുന്ന ദൈവം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ആശ്രയിക്കുക. പലപ്പോഴും ശത്രു കൊണ്ടൊന്നും അയ്യോ സ്കാൻ ചെയ്തെങ്കിലേ പറ്റുള്ളൂ, 4 MRI എടുക്കണം, ഇവിടെ എത്തില്ലേ അവിടെ പോയി എടുക്ക, നമ്മളെ ഇന്നിട്ട് ഓടിക്കും. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഭയപ്പെടാതിരിക്കുക. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു? ഹല്ലേലൂയ. ആ ശബ്ദം നമ്മൾ കേൾക്കുക. അപ്പം കർത്താവിന്റെ ശബ്ദം, അവിടെ വചനം പറയുന്നത് എന്താ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തികളെയും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അധികാരം തന്നിട്ടുണ്ട്. നിനക്കൊന്നും ഹാനി വരുത്തുകയില്ല, നിന്നെ ആരും ഉപദ്രവിക്കത്തില്ല. ആ ആയുധങ്ങളെല്ലാം എന്ത് ചെയ്യാം? അതിനെല്ലാം ഞാൻ തകർത്തിട്ട് ആ അധികാരം നിനക്ക് തന്നിരിക്കുക. അത് ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുക. എഫെസ്യ ലേഖനം 1 അവസാന വാക്യത്തിലുണ്ട്, തന്റെ ശരീരമായ സഭയ്ക്ക് എന്ത് ചെയ്യുക? കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ള അധികാരങ്ങളെല്ലാം എന്ത് ചെയ്യാം? ആയുധവർഗം വെച്ചുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നമ്മളിങ്ങനെ വിചാരിക്കുക, അയ്യോ എന്റെ ദൈവം എന്നെ കൈവിട്ടോ, എന്റെ ദൈവം ഇന്നിപ്പം വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ഭാരപ്പെടുകയാണെങ്കിൽ വചനം പറയുന്നത് എന്താ? അല്പനേരത്തേക്ക് ഞാൻ മാത്രം ഉപേക്ഷിച്ചു, നീ എന്നെ വിട്ടു പോകുമോ എന്ന് നോക്കാൻ വേണ്ടിയില്ല. ഹല്ലേലൂയ. എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ എന്ത് ചെയ്യാ? ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. നിന്റെ പരിശുദ്ധൻ, നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഇബ്രായ ലേഖനം 84-7 വാക്യം ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിന്റെ ആ കരുണ കുറഞ്ഞു പോകുന്നില്ല. എൻ്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുള ചെയ്യുന്നു. അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റുള്ളവായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അജ്ഞാനത്തിൽ പതിക്കുകയും നീല കണ്ടുകൊണ്ട് നിനക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഹല്ലേലൂയ. ആ അടിസ്ഥാനം ക്രിസ്തു എന്ന അടിസ്ഥാനം. ഹല്ലേലൂയ. ആ പാറമേലാണ് നമ്മളെ പറഞ്ഞിരിക്കുന്നത്. മഴ പെയ്തു, കാറ്റ് പെയ്തു, വെള്ളം പൊങ്ങി, കൊടുങ്കാറ്റടിച്ചു, മഹാമാരി പെയ്തു. ഹല്ലേലൂയ. നീ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണോ? ഹല്ലേലൂയ. യേശുവിനോടുകൂടെ ഉള്ളെന്ന് ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ഒരു ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. ജീവനോ മരണമോ മറ്റെന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിൽ നിന്നെ അടിസ്ഥാനം വിടും. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. നാം ദൈവത്തിന്റെ മുഖത്തേക്ക് എന്ത് പ്രശ്നം പ്രതികൂലം ഉണ്ടായാൽ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. ഹല്ലേലൂയ. എങ്കിലാണ് അപ്പോഴാണ് വചനം പറയുന്നത്, ഞാൻ യഹോവയിൽ എന്ത് ചെയ്യുക? ആനന്ദിക്കും. ഹല്ലേലൂയ. നെബൂഖദ്നേസറിന്റെ ദാനിയേൽ പ്രവചനത്തിലെ വാക്യമുണ്ട്. നെബൂഖദ്നേസർ എന്ത് ചെയ്തു? എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ദേവൻ ആര്? ഇവിടെ വരട്ടെ എന്നാ ദേവനാരോടാ ചോദിക്കുന്നത്. ശത്രുഘ്നെ മേശം പറഞ്ഞു, അയ്യോ പിടിച്ചെന്ത് ചെയ്യുക? തീയിലോട്ടാൻ കൊണ്ടിട്ടു. എന്നാൽ അവന് മനസ്സിലായി ഒരു ദൈവം ഉണ്ട്, മേളിലുണ്ട്, അവനല്ല ദൈവം. ഹല്ലേലൂയ. അതാണ് പിശാച് നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കാൻ നോക്കും. ചില കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാര് സാക്ഷ്യം പറയുന്നത് കണ്ടില്ലേ? പിശാചിന്റെ അടുത്തൊരു തന്ത്രമാണ്. മാനസികമായിട്ട് നോക്കും, അത് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള അറ്റാക്ക്. എടുത്തുകൊണ്ട് അപ്പൊ അവിടെ കൊണ്ട് തീയിലിട്ടത്ത് പറഞ്ഞു, അവൻ തീയിലിറങ്ങി വന്ന് കർത്താവ് എന്ത് ചെയ്യുക? ആ തീയുടെ ബലം കെടുത്തി. ഹല്ലേലൂയ. നെഹെമ്യാവിനെ മാനസികമായിട്ടായിരുന്നു പീഡിപ്പിച്ചത്.
ഹല്ലേലൂയ. ദാനിയേല് സോറി ദാവീദിന്റെ അടുക്കൽ സഹോദരന്മാർ പറഞ്ഞു, നീ എന്തിനാ ഇവിടെ ആളിനെ വിട്ടേച്ച് വന്നേ? നീ പോയി അവിടെങ്ങാനും പോയി ആടിനെ നോക്കിക്കൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട. പതറിപ്പോയില്ല, ദാവീദ് പതറിപ്പോയില്ല. ആ ഗോലിയാത്തിനെ ജയിച്ച് രാജാവായി മാറി. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങളുടെ മുഖത്ത് കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കും. ദൈവം നമ്മളെ ബിൽഡപ്പ് ചെയ്യാനായിരിക്കും. അതാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തികയ്ക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളില് നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഏത് ശോധന വന്നാലും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ കർത്താവിൻ ചൊരുങ്ങുക. ഞാനും നിന്റെ നാവിൽ എന്ത് ചെയ്യുക? ആർക്കും പറഞ്ഞുകൂടാത്ത എന്ത് ചെയ്യുക? ഞാനും തരും. കർത്താവിന്റെ ആത്മാവ് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് കാണിക്കും. ഹല്ലേലൂയ. ആ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിക്കുക. നീ ഉത്തമമായത് പ്രസ്താവിക്കുക. നിരാശയുടെ വാക്ക് പറയാതെ ധൈര്യത്തിന്റെയും ഉറപ്പിന്റെയും വാക്ക് പറയാ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനമൊപ്പം നമ്മളെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഹല്ലേലൂയ. വചനം പറഞ്ഞിരിക്കുക, നിന്റെ രക്തം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? ഒരു ഉടമ്പടി വെച്ചിരിക്കുക. നിന്നെ നമ്മൾ ദൈവമായിട്ടൊരു കവനന്റ്, നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ ഒരു പുതിയ നിയമത്തിന്റെ ഒരു കവനന്റ് ആക്കി മാറ്റിയിരിക്കുക. ദൈവം നമ്മളുമായിട്ടൊരു ഉടമ്പടി വെച്ചിരിക്കുക. ആ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരു ആത്മാവിന്റെ ഒരു അച്ചാരം തന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ് തന്നിരിക്കുക. എന്തുവാ? നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ട് എത്തിക്കും. ഹല്ലേലൂയ. ശത്രു നോക്കുന്ന എങ്ങനെങ്കിലും നമ്മുടെ വിരുദ്ധ തെറ്റിക്കാനാ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ അത് കൊണ്ടെത്തിക്കുവാൻ നോക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനോട് നിന്ന് പോരാടുക. ആയുധം എന്ന് അവന്റെ ഓരോ അഭിപ്രായം വരുമ്പോഴേ നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ അഭിപ്രായം പറയിപ്പിക്കാനും ഒക്കെ പോരും. വചനം എന്താ പറയുന്നത്? ഭർത്താവ് എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നു. പിലാത്തോസ് ചോദിച്ചു, നീ ദൈവപുത്രനാണോ? പറ, നിന്നെ വിട്ടയക്കാൻ എനിക്ക് അധികാരമില്ലയോ? ശാസ്ത്രിമാരും പരീക്ഷന്മാരും മഹാപുരോഹിതന്മാരും എല്ലാവരും ചോദിച്ചു, അവനൊന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ. കുഞ്ഞാട് ആ സമയം എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാം കർത്താവ് ധ്യാനിക്കായിരുന്നു. നീ ചെയ്ത പാവങ്ങളെല്ലാം ഞാൻ വഹിക്കുന്നു. ഹല്ലേലൂയ. അതാണ് അവൻ നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവന്റെ മേൽ ചുറ്റി ഹല്ലേലൂയ ചുമത്തി. ആ കുഞ്ഞാട് ഒരു യാഗമായിട്ട് അവിടെ മാറുകയായിരുന്നു. ഹല്ലേലൂയ. അവന് വേണേ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. നമ്മൾ ഇന്ന് കാണത്തില്ലായിരുന്നു നമ്മള്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹം നമ്മയും തേടി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് അതിനായിട്ട് കർത്താവിനുമായിട്ടുള്ള ഒരു ബന്ധം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ്. കർത്താവേ, ഞാൻ നിന്നോട്, നീ എന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. ഞാൻ നിനക്കായുള്ള നിന്റെ രക്തം കൊണ്ട് നമ്മളെ വാങ്ങിയിരിക്കുക. അപ്പൊ നമ്മൾ കർത്താവിന്റെ സ്വന്തമാ മക്കളായിരിക്കുക. അത് കർത്താവിന്റെ രക്തം കൊണ്ട് രക്തമാക്കി സ്വർഗത്തിലേക്ക് നമുക്കൊരു പ്രവേശനം ഉണ്ടായിരുന്ന നിത്യരാജ്യത്തിലേക്ക് നമ്മളെ എന്ത് ചെയ്യുക? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കുമ്പോഴേ ഹല്ലേലൂയ, ഈ ലോകത്തിൽ ചിലപ്പോൾ സത്താൻ കൊണ്ടുവരുന്ന ഇതെല്ലാം നമ്മൾ കണ്ട് എന്ത് ചെയ്യുക? കുശുമയെ നോക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ള ഐഡന്റിറ്റി നമ്മൾ നോക്കുക. ഇവിടെ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു കാര്യം പറഞ്ഞപ്പോഴേ, 2 ഐഡന്റിറ്റി ഉള്ളൂ, വേറൊരു ഐഡന്റിറ്റി ഇല്ല. ഒന്ന് നീ കർത്താവിനെ, അല്ല നീ ദൈവത്തിന്. ഇനി മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള രീതിയിൽ അവിടെ സ്ഥാപിച്ചിരിക്കുക. അതിന്റെ കൂടെ ഒരു ശത്രുവും കയറി വന്നിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന ഒരു ഹോമോസെക്ഷൽ സോതോമിന്റെ പാവമാണ്. ഇപ്പൊ അതെല്ലാം എന്ത് ചെയ്യുക? ഈ അന്ത്യകാലത്ത് ദൈവം ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള ലിബറിങ് ടെക്നോളജിയിലോട്ട് ഇത് ഫോഴ്സിൽ പോകാതെ ദൈവഭാഗത്ത് ആരുണ്ട്? ഹല്ലേലൂയ. യഹോവയുടെ ഭാഗത്ത് ആരുണ്ട്? അവിടെ കൂടെ നിൽക്കുക, ധൈര്യമായിട്ട് നിൽക്കുക. കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ഒപ്പോസ് ചെയ്യുക. പിശാച് ചിലപ്പോഴേ പല രൂപത്തിൽ വരും. നമ്മളെ എന്ത് ചെയ്യുക? അവന്റെ കൂട്ടത്തിൽ അങ്ങ് ആക്കി വെക്കും. അപ്പോൾ അതിനെല്ലാം വിട്ട് നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം എന്ത് ചെയ്യുക? നമ്മളെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. അതിനെന്താ പറയുന്നേ? ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ എന്ത് ചെയ്യുക? സ്ഥിരതയുള്ളവരായി. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ ഉണർന്നിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഈ അറ്റാക്ക് വരാതെ നമ്മൾ യുദ്ധസന്നദ്ധരായിട്ടിരിക്കുക. ഇസ്രായേൽ ഹമാസ് വരുന്ന ദിവസം അവിടെ ഉള്ള കാവൽക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ ഹമാസ് എല്ലാം കൂടി ഇടിച്ചു കയറി എന്ത് ചെയ്യുക? 1000 പേരെയും കണ്ട് പിടിച്ചോണ്ട് പോയി. ഇപ്പം തന്നെ 3 പേരെ വിട്ടുകൊടുത്ത് ഇപ്പോഴാ എന്തുമാത്രം പോരാട്ടം. പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടണ ഇച്ചിരി പാടാ.
പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഉണർന്നിരിക്കാനാണ് വാണിംഗ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിൽപ്പിൻ. വിശ്വാസം എന്ന പരിചയം എടുക്കണം. പലപ്പോഴും വിശ്വാസത്തെ എങ്ങനെയും ശത്രു എങ്ങനെയും അവിശ്വാസം കൊണ്ടുവരും, നിരാശ കൊണ്ടുവരും, സംശയം കൊണ്ടുവരും. ഹല്ലേലൂയ. അതങ്ങനല്ല, ഇങ്ങനെയാണ്. വചനത്തിന് തന്നെ വചനത്വം കൊണ്ടുവരും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ, അവന്റെ ബന്ധത്തിൽ, കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിരുന്നാൽ ഹല്ലേലൂയ, അവർക്ക് അതായത് കർത്താവിന്റെ അടുക്ക പരീക്ഷയുമായിട്ട് കൊണ്ടുവന്നു. ഈ അപ്പം, അയ്യോ ഇത് നല്ല, ഇതെല്ലാം കല്ലെല്ലാം, ഈ കല്ലെല്ലാം കൂടെ അപ്പമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്തേനെ? ഒരു വീട് പണിയാൻ ഒക്കുമോ ഈ രാജ്യത്ത്? ഒക്കത്തില്ല. അപ്പൊ കർത്താവിന് ഇതെല്ലാം അറിയാം. അല്ലല്ലേ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ പോ, ഞാൻ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യന്റെ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജനം ജീവിക്കും. അപ്പൊ കൊണ്ടും ഈ വചനത്തിൽ ജീവിക്കുന്നു. എല്ലാം ഉണ്ട്. നമുക്കുള്ള സകല ആയുധം ജീവന്റെ വചനമാ. ഹല്ലേലൂയ. മനസ്സില. അതുകൊണ്ട് അതിന് നമ്മൾ ധൈര്യപ്പെടുക, അതിൽ ബലപ്പെടുക. വചനം വായിക്കുക. അപ്പൊ നമുക്ക് പോരാട്ടങ്ങളുള്ള ജനത്വങ്ങളോട് അല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ജഡവുമായിട്ടുള്ള പോരാട്ടം നിർത്തുക. മനുഷ്യരോട് ഭയന്നിട്ട് മറ്റേ ഗുണം പിടിപ്പിക്കാൻ പോയാലും ഒക്കത്തില്ല. നിനക്ക് പ്രയാസമുള്ള വിഷയം എന്ത് ചെയ്യുക, നീ എന്റെ അടുക്കൽ കൊണ്ടുവരിക. നമ്മൾ ചിലപ്പം വാദിക്കാൻ പോകും, അയ്യോ ഇത്ര സ്ഥലം സംസാരിക്കാൻ പോകും, ഇച്ചിരി സംസാരിച്ചിട്ട് ഞാൻ ശരിയാക്കി കൊണ്ടുവരാം, ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ഇതിന് പുറകെ നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തിയിൽ അവൻ വരുമ്പോൾ നമുക്കറിയാം, അവൻ നമ്മളെ കാണുമ്പോഴേ അറിയാം, ഇവനെ ജഡത്തിന്റെ ആയുധമായിട്ട് വരുക, എൻ്റെ അടുക്കൽ എന്തോ ജഡം ഭരിക്കാൻ. അപ്പൊ സാത്താൻ അന്നേരമേ പറയും, അല്ലെങ്കിൽ നമുക്ക് പോരാട്ടമുള്ള ജഡരത്വങ്ങളോട് അല്ല. ഹല്ലേലൂയ. ആത്മശക്തിയിൽ അതിനായി ജീവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളില് പൗലോസ് പറയുന്ന മാതിരി എന്താണ്, എല്ലാ വിചാരങ്ങളെയും നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ചില വിചാരങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, പിടിച്ചടക്കി ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിലാക്കുക. പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണത്തിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോഴേ ഈ ചില ചിന്തകളൊക്കെ വന്ന് ചിലപ്പോൾ നമ്മളെ, മറ്റുള്ളവരോടായിട്ടുള്ള ചിന്തകളൊക്കെ വന്ന് നമ്മൾ ചെറിയ ചെറിയ മുട്ടായിട്ട് വിത്തായിട്ട് വന്ന് അതങ്ങ് വളർന്ന് ഒരു വൃക്ഷമായിട്ട് മാറും. കയ്പുള്ള വേര് മുളച്ച് അതിനാൽ അനേകർ എന്ത് ചെയ്യാം, മലിനമായിട്ട് എന്ത് ചെയ്യാം, മലിനമായിട്ട് തീരും. ഹല്ലേലൂയ. അപ്പൊ അതിനൊന്നും നമ്മൾ ഇടം കൊടുക്കാതെ ക്രിസ്തുവിന് ക്രിസ്തുവിന് വിരോധമായി വരുന്ന ഹല്ലേലൂയ എല്ലാ ഉയർച്ചകളെ എന്ത് ചെയ്യുക, അനുസരണത്തിനായിട്ട് പിടിച്ചടക്കിക്കൊണ്ട്, കർത്താവേ നീ അതിനുള്ള ശക്തി എനിക്ക് തരണമേ, അതിനുള്ള ജ്ഞാനം എനിക്ക് തരണമേ, കർത്താവേ നിന്റെ ശക്തിയാൽ എന്നെ നടത്തണമേ, സാത്താൻ എന്റെ ഹൃദയത്തെ കവശമാക്കല്ലേ. വസ്തു വിറ്റോനെ അനന്യാസ് സഫീര് അവിടെ പറഞ്ഞിരിക്കുന്ന എന്തോ, സാത്താൻ നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യുക, വശീകരിച്ചുകൊണ്ട് പോകും. അപ്പൊ അവൻ ചിലപ്പോൾ പല ഇതൊക്കെ കാണിച്ചു തരും. ഹല്ലേലൂയ. അതിനൊന്നും നമ്മൾ വശപ്പെടാതെ കർത്താവിന്റെ കരങ്ങളിൽ സംശയവും ഡൗട്ടും ഒക്കെ ഉണ്ടാക്കുന്ന അന്ധകാര ശക്തികളെല്ലാം ശാസിച്ചുകൊണ്ട് അപ്പം വന്ന എങ്ങനെ അവ്വായുടെ അടുക്കല് വാസ്തവമായിട്ട് ദൈവം അത് പറഞ്ഞിട്ടുണ്ടോ, കൽപ്പിച്ചിട്ടുണ്ടോ, കൺഫ്യൂഷൻ ആക്കി കളഞ്ഞ്. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികളെയൊക്കെ ശാസിക്കണം. ഹല്ലേലൂയ. നിന്റെ വചനത്തിന് വിരോധം നമ്മൾ അന്നേരം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മോട് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ നമുക്കത് മനസ്സിലാകുന്നത് വചനപ്രകാരം ഉള്ളത് അല്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവനിങ്ങനെ കുറ്റം ചുമത്താൻ, രാപ്പകൽ കുറ്റം ചുമത്താൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴേ രാപ്പകൽ നമ്മൾ കുറ്റം ചുമത്തുന്ന ഒരു അന്ധകാര ശക്തി ഉണ്ട്. അപ്പം നമ്മൾ വചനത്തിന് വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിരിക്കുക. എന്നാൽ വചനം പറഞ്ഞ് നിനക്കെതിരായി വരുന്ന ഒരായുധം ഫലിക്കില്ല, നിന്റെ നാവോടുകൂടെ ഞാൻ ഇരിക്കും. ഹല്ലേലൂയ. ദിവസം നിന്നെ ശക്തീകരിക്കാൻ, ബലപ്പെടുത്തുവാൻ ഞാൻ നിനക്ക് മുമ്പായി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒന്നുകൊണ്ടും പതറാതെ, ക്ഷീണിക്കാതെ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുക, ദൈവകൃപയിലായിരിക്കുക. കർത്താവെ നീ എന്നെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. പ്രയാസവും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോഴേ നാം ഭാരപ്പെടാതെ, എന്റെ ദൈവത്താൽ സകലവും സാധ്യം, എന്റെ ദൈവം അറിയാതെ എനിക്ക് ഒന്നും ഭവിക്കയില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിലെ ഹല്ലേലൂയ നമ്മൾ ആശ്രയം അങ്ങോട്ട് പുതുക്കുമ്പോൾ ഹല്ലേലൂയ പിശാചിനോട് നിൽക്കാമല്ലോ. അതാണ് ദൈവത്തോടെ അടുത്തിപ്പീൻ, പിശാചിനോട് എതിർപ്പിൻ, അവൻ നിന്നാൽ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വചനം പറയുന്നത് എന്താ, നിനക്ക് ഉചിതമായുള്ള ആയുധമൊന്നും ഫലിക്കയില്ല. അവിടെ എന്ത് ചെയ്യുക, കൊല്ലനെ എന്ത് ചെയ്യുക, അങ്ങനെ സൃഷ്ടിച്ചപ്പെട്ടിരിക്കുന്നു. അതിന് ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുക, ഞാൻ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഭീഷണിയോടെ, അതിന്റെ 14 വാക്യം നോക്കിക്കോ, നീതിയിൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോടെ നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ, എന്റെ 5-ാം വാക്യത്തിലെ, ഇസ്രായേലിന്റെ പരിശുദ്ധനാവുന്ന നിന്റെ വീണ്ടെടുപ്പുകാരനും സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ നിന്നെ
വിളിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടു മനോവശം തിരിക്കുന്ന സ്ത്രീ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മൾ ഒന്നുമില്ലായിരുന്നു, പാപികളും ദോഷികളും അതിക്രമങ്ങളാലും ആയിരുന്നു. സാഹചര്യങ്ങളോട് ഒരു സംബന്ധവുമില്ല, അന്യരും പിതാവില്ലാത്തവരുമായിരുന്നു. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവം ഹല്ലേലൂയ തന്റെ കരുണപ്രകാരം നമ്മളെ വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. അവിടുത്തെ രാജ്യത്തിലാക്കിയിരിക്കുക. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യരാജ്യത്തിൽ നിത്യജീവൻ, അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ നിത്യരാജന നിത്യ ജീവൻ ലഭിപ്പാൻ, നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ. അതാണ് ഞാൻ പറഞ്ഞ പാട്ടിന്റെ അടിയിൽ, ലാക്ക് നോക്കി ഞാൻ എൻ്റെ ഒട്ടമോടുന്നു, ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു, ലഭിക്കും നിശ്ചയം. ഹല്ലേലൂയ. ആ വിരുദെനിക്ക് ലക്ഷം ദൂതർമധ്യേ. ഹല്ലേലൂയ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആ നിത്യജീവൻ അതായിരിക്കട്ടെ നമ്മുടെ ഫോക്കസ്. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ, സ്നേഹസമയം പ്രവാസമയമായി ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ശത്രുവിന്റെ ആയുധങ്ങളൊന്നും ഫലിക്കില്ല കർത്താവേ. അതിനുള്ള മറുമരുന്ന് ഞങ്ങൾക്ക് കർത്താവ് സ്വർഗ്ഗം തന്നിട്ടുണ്ട്. കൽവരി രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുക കർത്താവേ. ഹല്ലേലൂയ. ആ നീതിയുടെ അങ്കി ഞങ്ങളെ ഉടുപ്പിച്ചിരിക്കുന്ന കർത്താവിന് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നിന്റെ വചനം ഞങ്ങൾക്ക് തന്നു, ജീവന്റെ വചനം തന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനെ തന്നു കർത്താവേ. നിന്റെ സത്യത്തിൽ ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി കരുതനായി സ്തോത്രം. ഈ ദൈവം എന്നേക്കും ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. നിത്യത വരെ നടത്തുവാൻ അവിടുന്ന് ശക്തനായ യുദ്ധവീരനായി ഞങ്ങളുടെ മധ്യം നടന്നു പോകുക. സ്തോത്രം കർത്താവേ. രാവിലെ സമയം ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, ശക്തിരിച്ചാട്ട്, ആത്മാവിന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ ശക്തിപ്പെടുവാൻ ദിവസങ്ങളിൽ കർത്താവേ. ഹല്ലേലൂയ. ശത്രുവിന്റെ തീമ്പുകളെ കണ്ട് ഭയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ദൈവകൃപ കർത്താവേ നീ ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവിന്റെ രാജ്യത്തിനായി ഒരുക്കിക്കാട്ടെ. അത് കെട്ടുപണിക്കായി ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ നീ പ്രിപ്പയർ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ കൈകളെ ബലപ്പെടുത്തിക്കാട്ടെ കർത്താവേ. കാൽവെക്കും ദേശമൊക്കെ അവകാശമായി തരാൻ വാഗ്ദത്തം ചെയ്ത് ദിവസങ്ങളിൽ ഒരു ശക്താവിന് വേണ്ടി ഒരു ശക്തിയായ വേല ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. ലൈനിടുന്ന കർത്താവിന്റെ ദാസിക്കായ സ്തോത്രം. ലൈനിലായിരിക്കുന്ന പ്രിയമക്കളെല്ലാം കുടുംബമായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവകൃപാഫലത്തിൽ കർത്താവെ വ്യാപരിക്കട്ടെ കർത്താവെ. എല്ലാവരും പ്രേം ലൈനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹമാക്കി തീർത്താട്ടെ. കുടുംബത്തെ കർത്താവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടാട്ടെ. ഹല്ലേലൂയ. വരവിനായി ഞങ്ങളെല്ലാം ഒരുക്കിക്കാട്ടെ. കർത്താവിനെ വാനമേഘത്തിൽ എഴുതിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവത്വം ഞങ്ങളുടെ കർത്താവിനെ അടികൾക്ക് വേണ്ടി ജീവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ. ആമേൻ.